അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കാണുമ്പോഴേക്ക് എന്താ യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇടാത്തേ, യൂട്യൂബിലൊന്നും ഇടാത്തേന്നുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടയ്ക്കൊക്കെ ഇടും, എങ്കിലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും യൂട്യൂബിൽ ഇടാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും വിചാരിച്ചു ഒരു വ്ളോഗ് ഇടാന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമാണ് തെങ്കാശി പോകണമെന്ന്. പണ്ടൊട്ടേ ആഗ്രഹം, സ്കൂൾ പഠിക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹമാണ് തെങ്കാശി പോകണമെന്നുള്ളത്. സിനിമയിലൊക്കെ കണ്ട് കേട്ടൊക്കെ ആയിരിക്കാം. അപ്പം 2 ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഒന്ന് തെങ്കാശി, ഒന്ന് ശിവഗിരി. അപ്പം ഇതിലേതെങ്കിലും ഒരിടത്ത് നമ്മളിന്ന് പോകും. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെയാണ് കേട്ടോ നമ്മളിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ശിവഗിരി പോകാമെന്ന് ഇതിൻ്റെ തലേ ദിവസം ഞങ്ങൾ മൺട്രോത്തുരുത്തി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വിചാരിച്ച് നമ്മൾ അങ്ങനെ പോകുന്ന വഴിക്ക് ശിവഗിരി തീർത്ഥാടന യാത്ര പോകുന്ന ആൾക്കാരെ കണ്ടപ്പോൾ വെച്ച് നമുക്ക് ശിവഗിരി പോയാലും നാളെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ശിവഗിരി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ തെങ്കാശി പോകണം എന്നുള്ളൊരു പ്ലാൻ നമ്മുടെ നേരത്തേക്കോ സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തെങ്കാശി പോകാൻ. അപ്പോൾ ഞാനിങ്ങനെ പറയാം എനിക്ക് തെങ്കാശി പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്നാൽ തെങ്കാശി പോയാലും ഞാൻ പറഞ്ഞു ശരി പോകാം. ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഒരു രീതിയിലും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്കൊന്നും പ്ലാൻ ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും പലതും നടക്കാതെ പോകുന്നത്. ഒരു പ്ലാനും ഇല്ലാതെ ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാം ഫുള്ള് സെറ്റായിട്ട് നടക്കും എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചക്കുവള്ളിയിൽ നേരെ നമ്മൾ വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ച് പിന്നെ നമ്മൾ പുക പരിശോധന കേന്ദ്രത്തിൽ വന്നായിരുന്നു കേട്ടോ. ബൈക്കിൻ്റെ പുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഒരു ലോങ് ഡ്രൈവ് പോവുകയാണ്, ബോർഡർ കടന്നിട്ട് പോവുകയാണ്, വേറൊരു സ്റ്റേറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ചെക്കിംഗ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് നമ്മുടെ കയ്യിൽ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ എങ്ങാനും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അക്ഷയയിൽ പോയിട്ട് അതാണ്ടൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അക്ഷയയിലൊക്കെ പോയിട്ട് നമ്മൾ ഒത്തിരി ലാഗ് ആകുമെന്ന് വിചാരിച്ചു. പക്ഷേ കൊച്ചിന് എന്തൊക്കെ സംഭവങ്ങളൊക്കെ അറിയായിരുന്നു, അതൊക്കെ ചെയ്തിട്ട് നമുക്ക് സെറ്റായി. അങ്ങനെയാണ് നമുക്ക് ആ ഒരു പുക പരിശോധിച്ചതിൻ്റെ പേപ്പർ നമുക്ക് കിട്ടിയത്. അങ്ങനെ അതൊക്കെയായിട്ട് ഞങ്ങൾ വീണ്ടും ഫുൾ സെറ്റായിട്ട് നമ്മുടെ യാത്ര തുടങ്ങി. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് കൊല്ലം ആ ഒരു ഒക്കെ എത്തിയപ്പോൾ നമ്മൾ ചായയും വടയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ പുനലൂർ തൂക്കുപാലമാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുനലൂർ തൂക്കുപാലത്തിലാണ്. 1877 പണിഞ്ഞ പാലമായത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടാ വരുന്നത്. നല്ല രസമുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു നദിയുണ്ട്. ഇത് ഏതാണെന്നൊന്നും അറിയാൻ വയ്യ. ഈ നദി ഏതാ? നദിയാണോ അത്? എന്തുവാന്നാ? പുനലൂര്. പുനലൂർ തൂക്കുപാലം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ തെങ്കാശി യാത്രയിലോ തുടർന്നു. പുനലൂർ അധികം നേരം നമുക്ക് നിൽക്കാൻ പറ്റിയില്ല, കാരണം നമ്മുടെ കയ്യിൽ സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു പ്ലാനും ഇല്ല, എത്ര സമയം നമുക്ക് ഫസ്റ്റ് ടൈമാണ് ബൈക്കിൽ പോകുന്നത്. അപ്പം നമുക്ക് തെങ്കാശി വരെ പോകാൻ എത്ര മണിക്കൂർ വേണം എന്നൊരു ഐഡിയ ഇല്ല, പോകുന്ന വഴി എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. അപ്പം ഒരു പ്ലാനിങ്ങും നമുക്ക് ഇല്ലാത്തതിൻ്റെ പേരിലും നമ്മൾ ഒരു മുന്നേ പോയിട്ടില്ലാത്തതിൻ്റെ പേരിലും നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് ഇപ്പോൾ ഈ പുനലൂർ തൂക്കുപാലം പോലെ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് ഇറങ്ങി നിന്ന് കാണാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും നമ്മൾ അവിടെയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അധികം നേരം എങ്ങും സ്പെൻഡ് ചെയ്തില്ല. നമുക്ക് തിരിച്ച് രാത്രി ആകുന്നതിന് മുന്നേ നമുക്ക് അറ്റ്ലീസ്റ്റ് രാത്രി അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിൽ വരണം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങും അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. പോകുന്ന വഴിയൊക്കെ ഇഷ്ടംപോലെ കാടും മരവും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നല്ല വെയിലും ഉണ്ട്, അതേപോലെ നല്ല തണുത്ത അന്തരീക്ഷമാണ് കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. കാണാനൊക്കെ ഫുള്ളൊരു ഫോറസ്റ്റ് ആണ് കേട്ടോ. കാടും മലയും മാത്രം. നമുക്ക് കാണാനായിട്ട് ഈ ഒരു നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നതിനേക്കാളൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അത് നമ്മൾ ബൈക്കിലൂടെ പോകുന്നത് കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാറിൽ പോകുന്നതിനേക്കാളും നമുക്ക് കുറച്ചും കൂടി ബൈക്കിൽ പോകുമ്പോഴത്തേക്കും കാഴ്ചകൾ എല്ലാ ഒരു ഫുള്ളും നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. നമ്മൾ ഈ പോകുന്ന വഴി തന്നെയാണ് തെന്മല എക്കോ ടൂറിസം ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ കയറുന്നില്ല. അതുപോലെ ഞങ്ങൾ പോയ വഴിക്കൊക്കെ ഒരുപാട് മൃഗശാലയല്ലല്ലോ, ബയോളജിക്കൽ സാഞ്ചുറി അങ്ങനത്തെ എന്തൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നും നിർത്തിയില്ല. പിന്നെ ഞങ്ങൾ പോയ വഴിക്കാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ അവിടെ ആദ്യം വിചാരിച്ചു കയറണ്ട, സമയമില്ലല്ലോ എന്നുള്ളത്.
പിന്നെ ഞങ്ങൾ കുറച്ച് പോയിട്ട് തിരിച്ച് വന്നിട്ട് എന്നാലും ഒന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കയറിയത്. അങ്ങനെ അത് കയറില്ലായിരുന്നു, മിസ്സായി പോയാൽ നമ്മളവിടെ കയറിയപ്പോഴത്തേക്കും ഒരു ഡാമാണ്. ഏതാണ് ഡാം എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഏതാണെന്ന് അറിഞ്ഞില്ല. അവിടെ ആരോട് ഞാൻ ചോദിച്ചാൽ ഒരുപാട് പേരുണ്ടായിരുന്നു കാണാനൊക്കെ. അങ്ങനെ ഞങ്ങൾ പിന്നെ ആ ഒരു ഡാമൊക്കെ കണ്ടു. അതിൻ്റെ താഴെ നമുക്ക് ഇറങ്ങി ചെല്ലാം. അപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞ സമയമാണ്. പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും നിന്നില്ല, നമുക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ വീണ്ടും വന്നു. പിന്നെ നമ്മൾ തെന്മല എക്കോ ടൂറിസം ഉണ്ട്, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ പോകാം. പിന്നെ നമ്മൾ അവിടെ 2-3 പേരോടൊക്കെ ചോദിച്ചു നമുക്ക് എങ്ങോട്ടാ തെങ്കാശി പോകേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മൾ തെങ്കാശി റൂട്ടിലോട്ട് പോയി. ആ റൂട്ടിൽ പോകുമ്പോഴത്തേക്കും ഫുള്ള് കാടാണ് കേട്ടോ. വേറൊരു അന്തരീക്ഷവും വേറെ പ്രകൃതി വേറൊരു രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഫുള്ള് മലകളാണ്. നമ്മൾ ഇങ്ങനെ റോഡിൽ കൂടെ വരുമ്പോഴത്തേക്കും അങ്ങ് ദൂരെ വലിയ മല കാണാൻ പറ്റും. അങ്ങനെ ഓരോ മല നമ്മൾ ഇറങ്ങി വരുവാണോ കയറി വരുവാണോ ഒന്നും അറിയാൻ വയ്യ. ഈ മലകളെ ചുറ്റിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം തമിഴ് ബോർഡൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ ഒരു തമിഴ്നാട്ടിലേക്കുള്ള ഒരു കയറാനായിട്ട് നമ്മുടെ കേരളം വിട്ട് നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോകാറായി. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളങ്ങനെ പോകുമ്പം നമുക്ക് കേരളം വിട്ട് പോകുന്ന സമയത്ത് നമുക്ക് കേരള പോലീസിന്റെ ബോർഡർ ഉണ്ട്, അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, പിന്നെ ഫോറസ്റ്റിന്റെ ഉണ്ട്, എക്സൈസിന്റെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തമിഴ്നാടിന്റെ പോലീസിന്റെ ഫോറസ്റ്റിന്റെ ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ പ്രത്യേകിച്ച് നമ്മുടെ ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്കങ്ങനെ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അതെല്ലാം കടന്നിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ആവുന്നത്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ നമ്മളങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ തെങ്കാശിയിൽ എത്തുന്നത്. അപ്പോൾ തെങ്കാശിയിലെത്തിയപ്പോൾ അങ്ങ് ദൂരെ എനിക്ക് തോന്നുന്നു തെങ്കാശി അമ്പലമാണെന്ന് തോന്നുന്നു നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ ആ ഒരു റൂട്ടിൽ പോയില്ല, കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ വേറെ കുറച്ച് ഡെസ്റ്റിനേഷൻ പോയിന്റൊക്കെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആ പോകുന്ന വഴിയൊക്കെ ഒരുപാട് കറുപ്പുസ്വാമിയുടെ അമ്പലങ്ങൾ, പിന്നെ വേറെ ഒരുപാട് അമ്പലങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോരുത്തരോടൊക്കെ ചോദിച്ചും പറഞ്ഞുമൊക്കെ നമ്മൾ അന്യൻ പാറയിലെത്തി. അന്യൻ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു റൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ പോയെങ്കിലും നമുക്ക് ഏകദേശം ഇതായിരിക്കും എന്ന് തോന്നി. അങ്ങനെ തമിഴ്നാട്ടിൽ വന്ന് ഞാൻ മുടിയും ചെയ്യും. അപ്പോൾ മുടിയൊക്കെ ഫുള്ള് നമ്മൾ അത്രയും ബൈക്കിൽ വന്ന് കാറ്റൊക്കെ കൊണ്ട് ഫുള്ള് കൊളായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ മുടിയൊക്കെ ചീകി കെട്ടി കഴിഞ്ഞിട്ട് ഇതാണ് അന്യൻപാറ. ആ കാറ് വരുന്നില്ല, അതിൻ്റെ താഴെ കൂടെയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ കയറുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് തോന്നും ഇത് കേരളമാണോ തോന്നും കേട്ടോ. കാരണം അങ്ങനെ ഒരു പച്ചപ്പാണ്, ഫുള്ള് നെല്ല് ഇങ്ങനെ ഫുള്ള് കിടക്കണം. അതിന് നടുക്കൊരു വീട് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ആൾക്കാർ താമസിക്കുന്നതായിരിക്കാം. അന്നിന് ഭയങ്കര ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. എന്നാൽ ഭയങ്കര ഉച്ചയ്ക്ക് നിൽക്കുന്ന വെയിലും ഉണ്ട്, എന്നാൽ ഒരു മഞ്ഞ് മൂടി ഒരു ഇതുമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ രജനീകാന്തിൻ്റെ ഒക്കെ പടമുള്ളതെല്ലാം മാഞ്ഞിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഇതാണെന്നൊരു ഊഹം മാത്രമേ ഉള്ളൂ കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ തെങ്കാശിയിലെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സുന്ദരപാണ്ഡിപുരത്ത് പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ സൂര്യകാന്തി ഒന്നും ഇല്ല ഇപ്പോൾ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അന്യൻ പാറയിൽ വന്ന് ഇതിലുള്ള പഴം വരച്ചേക്കുന്നതൊക്കെ ഒരുവിധം മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പാറ എന്താണെന്നും കറക്റ്റ് മനസ്സിലാവത്തില്ല, എങ്കിലും നല്ല രസം കേട്ടോ. പാറയും താഴെ ഫുള്ള് വയലും മരങ്ങളും പച്ചപ്പും സൂപ്പർ സ്ഥലമാണ്. പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. നമുക്കത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പം വഴി ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരാനാണെങ്കിലും നമ്മുടെ അടുത്ത് പെരുമാറുന്ന ഒരു രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സ്നേഹത്തോടൊക്കെയാണ് കേട്ടോ ആൾക്കാരൊക്കെ പെരുമാറുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന്, എനിക്കാണെങ്കിൽ അവിടെ നിന്ന് വരാനേ തോന്നിയില്ല. പിന്നെ നമ്മൾ അടുത്തത് സുന്ദരപാണ്ഡിപുരത്തോട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെയാണ് സൂര്യകാന്തി പൂ പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം. ഭയങ്കര ഫേമസ് ആണ് സൂര്യകാന്തി പൂവിൽ. പക്ഷേ ഇപ്പം നിലവിൽ സൂര്യകാന്തി ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സുന്ദരപാണ്ഡിപുരത്ത് അവിടെ വിൻഡ് മില്ല് കണ്ടായിരുന്നു. അപ്പം ഇത് കാണാനായിട്ട് നമ്മൾ ദൂരേന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ജസ്റ്റ് അത് അടുത്ത് വന്ന് കാണാമെന്ന് എഴുതിയിട്ട് നമ്മൾ റൗണ്ട് അടിച്ച് വന്നപ്പോഴാണ് കേട്ടോ ഇതുപോലത്തെ ഉള്ള കുറേ വീടുകൾ കണ്ടത്. നമ്മുടെ പാലക്കാട് അഗ്രഹാരമൊക്കെ ഇല്ല, അതേപോലെ എല്ലാ വീടുകളും എന്ന് വെച്ചാൽ ഒരു വീട് കഴിഞ്ഞിട്ട് സ്ഥലവും സ്പേസോ ഒന്നുമില്ല, ഒരു വീടിനോട് ചേർന്ന് തന്നെയാണ് അടുത്ത വീട് നിൽക്കുന്നത്. അതും വീടുകളുടെ എല്ലാം കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാം ഒരു 2 നില സ്റ്റൈലിൽ വരുന്ന ഒരു വേറൊരു രീതിയിൽ ആർക്കിടെക്ചർ രീതിയിലൊക്കെ ഭയങ്കര ഭംഗിയുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും കറങ്ങി തിരിഞ്ഞിട്ട് നമ്മുടെ വിൻഡ് മില്ലിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ആ പോകുന്ന വഴിയൊക്കെ നമ്മൾ ഒരുപാട് അമ്പലങ്ങളും ഒരുപാട് കാഴ്ചകളും ഒരുപാട് കൃഷിയൊക്കെ കണ്ടു. ഇതിനിടയ്ക്ക് നമ്മൾ നെല്ലിയൊക്കെ കൃഷി ചെയ്തേക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പറിച്ചു നോക്കിയാലോ എന്നൊക്കെ തോന്നിയായിരുന്നു. அவிச்சிட்டு சாப்பிடலாம். കപ്പക്കിഴങ്ങ് கப்பக்கிழங்கு அவிக்க மாதிரி அவிக்கணும். പേര് എന്നാ ഇത്? பனங்கிழங்கு. பனங்கிழங்கு சாப்பிட்டா உடம்புக்கு நல்லது.
നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടുന്ന് സ്പെഷ്യലായിട്ടൊക്കെ വാങ്ങിക്കാന്ന് വെച്ചാൽ നമുക്ക് ആ പോകുന്ന വഴിയിൽ നമ്മളൊന്നും കണ്ടില്ല കേട്ടോ. ഫുള്ള് കൃഷിയും അങ്ങനെ മൃഗങ്ങളും ഒക്കെ ആയിട്ട് വേറൊരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം, ഭയങ്കര ഒരു വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കാണാനൊക്കെ. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് അവിടുന്ന് ഈ ഒരു സാധനം, ഈ ഒരു പനംകിഴങ്ങ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ആ എത്തിയ പോയിന്റിൽ നിന്ന് ഒരു 10-11 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരുമല കോവിലെത്തി. അപ്പോൾ ആദ്യം വിചാരിച്ചു നമുക്ക് സമയം കിട്ടത്തില്ല, നമുക്ക് പോകാൻ കരുതി. എന്നാൽ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കയറാതെ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ വിചാരിച്ചു തിരുമല കോവിലിൽ കയറിയിട്ട് പോകാം. ഞാൻ എടുത്തു തരാം. പാടാ കേടാൻ കേട്ടോ. പറ എന്ത് മണലെടുത്തത്? തിരുമല കോവിലിൽ നമ്മൾ കയറി. നല്ല പാടായിരുന്നു കാണാൻ. അത്രയും നമ്മൾ ലോങ് ഡ്രൈവ്, പ്രത്യേകിച്ച് നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അത്രയും സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്കും 625 സ്റ്റെപ്പ് അത്രയെന്തോ ഉണ്ട് കേട്ടോ അവിടെ. നല്ല വലിപ്പവും വീതിയുള്ള സ്റ്റെപ്പാണ്, പാറ സ്റ്റെപ്പ് ആക്കിയേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് നല്ല പാടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ അങ്ങ് ടോപ്പിൽ വരെ സ്റ്റെപ്പ് കയറി എത്തി. കാരണം അവിടെ വരെ വന്നിട്ട് അത്രയും സ്റ്റെപ്പ് കയറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്. പക്ഷെ അമ്പലം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇത്ര സ്റ്റെപ്പ് കയറി ടോപ്പിലെത്താമെന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലെല്ലാം കയറി നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ പോകുന്ന വഴി നമ്മളൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇറങ്ങണം എന്ന് വിചാരിച്ചു. ഒത്തിരി പേർക്ക് ഇറങ്ങി നിൽപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയൊന്നുമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് തമിഴ്നാട് കടന്ന് എങ്ങനെയെങ്കിലും കേരളത്തിലെത്തണം എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം കടന്ന് തമിഴ്നാടൊക്കെ താണ്ടി നമ്മുടെ കേരളത്തിലെത്തി. പിന്നെ അവിടുന്ന് വീണ്ടും നടന്ന് വന്നു. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ചുറ്റുമൂലയാണ്. അപ്പോൾ വന്നപ്പോൾ റെയിൽവേ ക്രോസ് അടഞ്ഞില്ല എന്നുള്ള രീതിയിലായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അടഞ്ഞു. അങ്ങനെ പിന്നെ ട്രെയിനൊക്കെ പോകുന്നതൊക്കെ നോക്കി നിന്നെങ്കിലും അധികം വലിയ സ്ട്രെസ്സോ സ്ട്രെയിനൊന്നും തോന്നിയില്ല. ആകെപ്പാടെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ അമ്പലത്തിൽ കയറിയ ആ ഒരു സ്റ്റെപ്പ് കയറിയതാണ് ഒരു സ്ട്രെയിനായിട്ട് തോന്നിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു.